ഉത്തർപ്രദേശിൽ അംബേദ്കർ പ്രതിമയ്ക്ക് നേരെ അക്രമം. ബറേലിയിലാണ് സംഭവം. അക്രമികൾ വടികൊണ്ടടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ചന്ദ്രശേഖർ ആസാദ് ഈ ദൃശ്യങ്ങൾ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. സ്വാതി ദില്ലിയിൽ നിന്ന് ഇപ്പോൾ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. സ്വാതി, ഇതാരാണ് അക്രമം നടത്തിയത് എന്നതിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? ഈ അംബേദ്കറുടെ പ്രതിമയ്ക്ക് നേരെയാണ് ഇപ്പോൾ അക്രമം ഉണ്ടായത്. അംബേദ്കറുടെ ചിന്തകളെ സ്വാഭാവികമായും ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ആരാണെന്ന് നമുക്ക് നമ്മുടെ മുന്നിൽ കാഴ്ചകളായിട്ടുണ്ട്, അല്ലെങ്കിൽ നിലപാടുകളായിട്ട് പല ഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിമ പോലും അസഹിഷ്ണുതപ്പെടുത്തുന്നു ചിലരെ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വടികൊണ്ട് തല്ലി തകർക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. സ്വാതി, അംബേദ്കറുടെ ചിന്തകൾ, അംബേദ്കറുടെ ചിത്രങ്ങൾ, അംബേദ്കറുടെ പ്രതിമകൾ പോലും ചിലരെ വല്ലാതെ അസഹിഷ്ണുതപ്പെടുത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ അക്രമം ഉണ്ടായിരിക്കുന്നത്. ചന്ദ്രശേഖർ ആസാദാണ് ഇപ്പോൾ ഇത് ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? മനു, ഉത്തർപ്രദേശിലെ ബറേലിയിലാണ് ഇത്തരത്തിൽ ഭരണഘടനാ ശില്പി BR അംബേദ്കറിന്റെ പ്രതിമയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. രാവിലെ ഏകദേശം പുലർച്ചെ 2:30 കൂടിയാണ് ഈ അക്രമികൾ 3-4 പേരടങ്ങുന്ന സംഘമായി വന്ന പ്രതിമയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടുള്ളത്. ആദ്യം പ്രതിമയിൽ ഇട്ടിട്ടുള്ള ഹാരം, അതായത് മാല എടുത്തു മാറ്റാനുള്ള ശ്രമം നടക്കുന്നു. അതിന് പിന്നാലെ വടികളും ദണ്ഡുകളും ഉപയോഗിച്ചുകൊണ്ട് നിരന്തരമായി ആക്രമിക്കുന്നതാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. നേരത്തെയും ഇപ്പോൾ ഉത്തർപ്രദേശിലടക്കം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അംബേദ്കറിന്റെ ചിന്തകളെയും പ്രത്യയശാസ്ത്രത്തെയും ഒക്കെയും അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് ചിലർക്ക് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇതിലിപ്പോൾ ഔദ്യോഗിക പ്രതികരണം വന്നിട്ടുള്ളത് ബറേലിയിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ഇത് സംബന്ധിച്ച പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അക്രമികൾക്ക് നേരെ 5 പേർക്ക് നേരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിട്ടുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. എന്തായാലും ഈ ദൃശ്യം പങ്കുവച്ചിട്ടുള്ളത് MP കൂടിയായിട്ടുള്ള ചന്ദ്രശേഖർ ആസാദാണ്. അദ്ദേഹം ആ പോസ്റ്റിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിൽ BR അംബേദ്കറെ നിരന്തരമായി അപമാനിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇത് അപലപനീയമാണ്. ഇത്തരത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. ഉത്തർപ്രദേശ് സർക്കാർ ഈ സംഭവത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തണമെന്നും നിരന്തരമായി ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ അക്രമികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുള്ള ആവശ്യം അദ്ദേഹം പോസ്റ്റിലൂടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് പോലീസ് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. 5 പേരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളതായാണ് ലഭിക്കുന്ന വിവരം. മനു, ശരി സ്വാതി, ഇതിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.